Hello children. So next we come to the one component system. അപ്പോൾ one component system എന്ന് പറഞ്ഞാൽ C is equal to 1 ഓർത്തോളണം. Okay. So നമ്മുടെ Gibbs phase rule F is equal to C minus P plus 2 എന്ന് വരുമ്പോൾ I will have 1 minus P plus 2, that is 3 minus P. So degrees of freedom depends on the number of phases that exist. So minimum നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്താലും minimum P should be equal to 1. Okay, this is the minimum condition. ഒരു ഫേസ് എങ്കിലും ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ F is equal to 3 minus 1, which means the maximum degrees of freedom is 2. So 2 is the maximum degrees of freedom that a one component system can have. Okay. So degrees of രണ്ടെണ്ണേ ഉള്ളൂ. So we know that the degrees of freedom is temperature, pressure and composition. അപ്പോൾ ഇവിടെ composition ഒരൊറ്റ കോമ്പണൻറ്റേ ഉള്ളൂ. So you cannot think of a composition as a രണ്ടുപേരുണ്ടെങ്കിൽ അല്ലേ എയുടെ ഇത്ര ശതമാനം എ ബിയിൽ ഒരു മിക്സ്ചറിൽ എയുടെ ഇത്ര ശതമാനം ബി ആണ് എന്നൊക്കെ പറയണ്ടുള്ളൂ. ഇതിപ്പോൾ എല്ലാം ഒരാളല്ലേ ഉള്ളൂ. സോ ദ 2 degrees of freedom are temperature and pressure. അപ്പോൾ നമ്മളൊരു ഫേസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ we will always draw it with two diagram. I mean it will be with x-axis and y-axis, with pressure on the y-axis and temperature on the x-axis. So ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. But here we will discuss on water system. I have already drawn the phase diagram. So my water system is this. So water exists in 3 phases: ice, water and water vapor. Okay, so ice exists in 3 phases. അപ്പോൾ ആ 3 phases ആണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. Okay, so this typical phase diagram നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാം. that there are only 3 phases first, and അതിൻ്റെ ആ pressure temperature graph or that phase diagram നമ്മൾ വരയ്ക്കുമ്പോൾ this is what we see. We will see that there are 3 curves, OA, OB and OC, and they all meet at the point O. Okay, and you will have some areas, that is COA or AOC, and then we have COB and we have BOA ഏരിയ. സോ ഈ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ AOB എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ താഴെയുള്ള ഏരിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. COA എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് BOC എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, ഇതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ആ ഭാഗമുള്ള ഏരിയ. സോ ഏതൊരു ഫേസ് ഡയഗ്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we have areas, curves and points. Okay, so I have just listed them. So one thing that you should know is in areas. Okay, നമുക്ക് 3 ഏരിയയാണ്: BOC, AOC and AOB. ഇത് ഞാൻ വരച്ചപ്പോൾ തന്നെ ഞാൻ കാണിച്ചു that see BOC is basically my ഐസിൻ്റെ ഏരിയ. see BOC നോക്കൂ, അതിൻ്റെ ആ ഏരിയ പറഞ്ഞാൽ only ഐസ്. AOC എന്താ? it is only water. And what is AOB? only the vapor phase. Now ഇവിടെ you can see that ഓരോ area there is only one phase that exists. Okay, so if I apply F is equal to C minus P plus 2, I will get 1 minus 1 plus 2, which means I have 2. That is, in the areas it is bivariant. Okay, that is, നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഈ ഏരിയയിൽ, സപ്പോസ് ഇഫ് ഐ ആം ഗോയിങ് ടു ടേക്ക് എ പോയിന്റ് like this, okay, this particular point, I must specify the pressure as well as the temperature.
ഇപ്പുറത്ത് പോയാൽ ഇതേപോലെ ഇരിക്കുന്ന ഒരു എക്സിസ്റ്റ് ചെയ്യുന്നത്. ബട്ട് സി ദ ടെമ്പറേച്ചർ ഇസ് ഡിഫറെൻറ്റ് ബട്ട് പ്രഷർ ഇസ് സെയിം. സോ ഐസ് ഈ ഇതിൻ്റെ ഏരിയയിൽ നമ്മൾ രണ്ടും സ്പെസിഫൈ ചെയ്യണം. ഒരു പോയിന്റ് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം എക്സിസ്റ്റിംഗ് ഇവിടെ ആണെങ്കിൽ, ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ദ ഐസ് ഇൻ ദിസ് പ്ലേസ്, വി ഹാവ് ടു സ്പെസിഫൈ ദി പ്രഷർ ആസ് വെൽ ആസ് ദ ടെമ്പറേച്ചർ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു കർവ്സ്. കർവ്സ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് OA, OB ആൻഡ് OC, ആൻഡ് ദെൻ വി ഹാവ് എ ഡോട്ടഡ് OA ഡാഷ്. ഓക്കെ, ഇവിടെ എന്താ ശരിക്കും നോക്കിക്കോളൂ. ദീസ് കർവ്സിൽ നമ്മൾ നോക്കുമ്പോൾ യു വിൽ സീ ദാറ്റ് ഒരു കർവ് ലെറ്റ് മി ടേക്ക് OB, അതിൻ്റെ തൊട്ട് മുകളിൽ ഐസും തൊട്ട് താഴെ വേപ്പറാണ്. സോ ബേസിക്കലി ദ കർവ് ഡിനോട്ട്സ് ആൻ ഇക്വിലിബ്രിയം. ഓക്കെ, ഈ കർവിൻ്റെ അപ്പുറം ഇപ്പുറവും ഉള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയമാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ. ആൻഡ് സോ ദസ് യു ക്യാൻ സേ ദാറ്റ് OA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി, നോക്കൂ ആരും അവിടെയല്ലേ, OA എന്ന് പറയുമ്പോൾ വാട്ടറും വാട്ടർ വേപ്പറാണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ കർവ് ഓഫ് വാട്ടർ. ഓ സോറി, ഐ ഹവ് റിട്ടൺ ഇറ്റ് ഇൻ ദ റോങ് ഏരിയ. അത് മാഞ്ഞു പോയി. Here I want to talk about the equilibrium that exists. So this is the vapor pressure curve of water. Okay, അതായത് water, and what is that equilibrium എന്ന് പറഞ്ഞാൽ water going to vapor. This is the equilibrium that exists. OBയുടെ കേസ് നോക്കൂ. OB എന്ന് പറഞ്ഞാൽ ice going to vapor. So that means, see, ice is in equilibrium with its vapor. What does that mean? That is, solid going directly to gaseous state is what we know as sublimation. Sublimation of the solid, which is ice. Sublimation of ice. Now OC നോക്കിക്കോളൂ. OC is actually ice and water. So it is the, അതായത് വെള്ളം ഇതിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. സോ വാട്ടർ ഫോമിങ് ഐസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ curve of ice. Okay, so ഇതിൽ ഒക്കെ ഈ കേസിലും ഒക്കെ യു ക്യാൻ സീ ദാറ്റ് 2 phases ആണ് കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. സോ F is equal to C minus P plus 2 ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ I will get 1 minus 2 plus 2, which means 1 means it is monovariant. അതായത് ഒന്നെങ്കിൽ ഞാൻ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഞാൻ പറയണം, ദി അതർ വൺ വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ്. ഓക്കെ, നൗ ലെറ്റ് മീ സി. ഈ കർവുമ്മയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഞാൻ ടെമ്പറേച്ചർ ഞാൻ പറയുമ്പോൾ, ഇഫ് ഐ ആം ഗോയിങ് ടു സേ അബൌട്ട് ദ ടെമ്പറേച്ചർ, ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രഷറെ അത് ഈ കർവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കർവിൻ്റെ ആ ഇക്വിലിബ്രിയം, അതായത് വാട്ടറും വാട്ടർ വേപ്പറും ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ടെമ്പറേച്ചറിലാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രഷറിലേ പറ്റുള്ളൂ. അതേപോലെ ഞാൻ ലെറ്റ് മീ ഗോ ടു ആൻ ഹയർ ടെമ്പറേച്ചർ. ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി മൈ പ്രഷർ ഇസ് ഫിക്സ്ഡ്. സെയിം തിങ് ഇസ് ദ വൈസ് വേഴ്സ. Now if you see this OC slight, എന്താ പറയുക, it is moving towards the pressure axis. Pressure axis like ഒരു ചെറിയൊരു tilt ഉണ്ട്. And this is only to show that the melting point, of ice slightly decreases with increase in pressure. അപ്പോൾ pressure increase ചെയ്യും തോറും the melting point of ice കുറയും. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് നീങ്ങുന്നത്. Because see, as you go less temperature, it should be ice is being formed, right? Or if you're going in this direction, we are talking about ice going to melt. അപ്പോൾ ഹൈ പ്രഷറിൽ നോക്കിക്കോളൂ, you will see that it is occurring at lower temperature. Okay, അതാണ് ഡിക്രീസ്. Now let me talk about this dotted OA. ഈ dotted OA എന്ന് പറഞ്ഞാൽ മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. This is the metastable equilibrium. And here what you will see is supercooled water in equilibrium with the
വേപ്പർ. ഈ മെറ്റാസ്റ്റേബിൾ പറയാൻ കാരണം ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ ഒരു ഇത് പോവും. ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് നമ്മൾ ശരിക്കും ഫ്രിഡ്ജിൽ ഇങ്ങനെ പതുക്കെ അനക്കാതെ നമ്മൾ ബോട്ടിൽ വെള്ളം ഫ്രീസറിൽ വെക്കുമ്പോൾ ഇറ്റ് ഷുഡ് ആക്ച്വലി ഫ്രീസ് റൈറ്റ്. നമ്മൾ ചില സമയത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇത് സ്റ്റിൽ വാട്ടർ ആയിട്ടാണ് നിൽക്കുക. ദാറ്റ് ഈസ് വാട്ട് വി നോ ആസ് സൂപ്പർ കൂൾ വാട്ടർ. ഒന്ന് ചെറുതായിട്ട് ആ ബോട്ടിൽ ഒന്ന് അനക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ ഐസ് ഇങ്ങനെ ഉണ്ടായി വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, നൗ വി ടോക്ക് അബൌട്ട് ദ പോയിന്റ് O. I have to talk about points. The point O actually, നോക്കൂ, അതിൻ്റെ ചുറ്റും നോക്കൂ. ഹിയർ ദർ ഇസ് ഐസ്, ഹിയർ ദർ ഇസ് വാട്ടർ ആൻഡ് ഹിയർ ദർ ഇസ് വേപ്പർ. സോ പോയിന്റ് ഓയിൽ ഐ ഹാവ് ഐസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് water in equilibrium with water vapor. How many phases? 3. So F is equal to 1 minus 3 plus 2 nu varumbo I am getting 0, which means that it is invariant. അതായത് ഇത് മൂന്ന് പേരും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ we cannot have it at any different temperatures. You can only have it at this particular temperature and at this particular pressure, which is 4. അത് എപ്പോഴും നമ്മൾ പോയിന്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. 4.58 millimeter of mercury, that is the pressure, and 0.00998 degree Celsius temperature. ഓക്കെ, ഇത് മൂന്ന് പേരും ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രഷറും ടെമ്പറേച്ചറിലും മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് മൂന്ന് ഫേസ് ഒന്നിച്ചുള്ളതുകൊണ്ടാണ് നമ്മളതിനെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ 3. ഓക്കെ, 3. സോ വാട്ട് ഇസ് ട്രിപ്പിൾ പോയിന്റ്? ഇറ്റ് ഈസ് എ പോയിന്റ് ഇൻ ദ ഫേസ് ഡയഗ്രാം ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് 3 phases coexist in equilibrium. This is called the triple point. It is invariant. അപ്പോൾ നമ്മൾ ഈ മൂന്ന് പേര് നമ്മളത് പറയേ വേണ്ട. അത് ടെമ്പറേച്ചറും പ്രഷറും ഒന്നും മാറില്ല. അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും പ്രഷറിലേ നടക്കുള്ളൂ. Now let me see what happens when I change the pressure and temperature. Let me just work on a particular model. Okay, അപ്പോൾ ഞാൻ ഒന്ന് ചെറിയ ഭാഗം ഒന്ന് വൃത്തിയാക്കട്ടെ, because it's all a little bit cluttered here. So we have our curve here, we have this curve here, we have ice here, we have vapor here. Okay, now let me take an arbitrary point. Okay, an arbitrary point, let me take that here, this A. I am going to decrease the pressure. This particular ice മാത്രമേ, only one phase, it is bivariant. ഞാൻ ഇനി പ്രഷർ കുറയ്ക്കാൻ പോവുകയാണ് കേട്ടോ. പ്രഷർ കുറച്ച് വരുമ്പോൾ ഇറ്റ് സ്റ്റിൽ ബൈവേരിയൻറ്റ് അങ്ങനെ വന്ന് ഈ കേർവിൽ മുട്ടും. ഈ കേർവിൽ മുട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്കെ, സോ ഐ ഹാവ് the pressure decreasing and it will reach, and then what will happen is it will follow this. ഈ രണ്ട് പേര് it will become monovariant because vapor ഉണ്ടാവാൻ തുടങ്ങും, and then you will see that it will go along this curve. Similarly, let me increase the temperature. Increase the temperature എന്ന് പറഞ്ഞാൽ I am going to move in this direction. Okay, ബിയിലെ, സോ അതുവരെ മോണോവേരിയൻ്റ് ആണ്. ബി ഈ പോയിന്റ് കണ്ടോ, ബി എന്ന് പറഞ്ഞുള്ള പോയിന്റ് എത്തുമ്പോൾ വാട്ടർ വിൽ സ്റ്റാർട്ട് ഫോമിങ്. ഇനിയും ഞാൻ ടെമ്പറേച്ചർ കൂടുന്തോറും ഐസ് ടോട്ടലി ഇല്ലാതെയാവും, വാട്ടർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് അഗെയിൻ ബൈവേരിയൻറ്റ്. ഇവിടെ വരെ പോയിട്ട് സി വരെ. സി എത്തുമ്പോൾ എന്താ, സ്ലോലി വേപ്പർ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയമാണ്, വാട്ടർ ആൻഡ് വേപ്പർ. പിന്നെ ബിയോണ്ട് സി നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇറ്റ് വിൽ കം ഒൺലി ടു ദ വേപ്പർ ഫേസ്, ആൻഡ് ഇറ്റ് വിൽ അഗെയിൻ ബിക്കം ബൈവേരിയൻറ്റ്. അപ്പോൾ ആ ഫേസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ദിസ് ഇസ് ഹൗ ദ ടെമ്പറേച്ചർ ആൻഡ് pressure affects how it is when you change, what all changes that you will see. Okay, so with that we are done with one component system, water system. Thank you.